സംസ്ഥാനത്ത് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നതും അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവരും ആയിട്ട് 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഉണ്ടെന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ 3 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഒരു വർഷമായി എല്ലാ മാസത്തിലും മാസം 1600 രൂപ വീതമുള്ള ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുവാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു. ഇതോടൊപ്പം 2 ഗഡു കുടിശ്ശിക പെൻഷനുകളും നൽകിയിരുന്നു. എന്നാൽ സർക്കാരിന്റെ ധനസഹായം ലഭിക്കാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് മാസം 1600 വീതം ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വിതരണം ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പോലുള്ളവ 16 മാസം വരെ കുടിശ്ശിക ആയിരിക്കുന്ന സാഹചര്യവും ഉണ്ട്. എന്നാൽ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുമെല്ലാം മാർച്ച് മാസത്തെ വിതരണം ആരംഭിക്കുവാൻ പോകുന്നതിന്റെ അറിയിപ്പുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ ആദ്യം വിതരണം ആരംഭിക്കുന്നത് 1.5 വർഷത്തോളം കുടിശ്ശികയുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനാണ്. ഒട്ടേറെ മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടെങ്കിലും ഒരു മാസത്തെ തുകയായ 1600 രൂപയുടെ വിതരണമാണ് ഈ മാർച്ച് മാസത്തിൽ ഉണ്ടാകുന്നത്. മാർച്ച് 24 തിങ്കളാഴ്ച മുതൽ തന്നെ സംസ്ഥാനത്ത് നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പെത്തിയിരിക്കുന്നത്. എന്നാൽ മാർച്ച് 24-25 തീയതികളിൽ അഖിലേന്ത്യാ തലത്തിൽ ബാങ്ക് പണിമുടക്ക് നടക്കുന്നതിനാൽ അക്കൗണ്ടിലേക്ക് തുക വരുന്ന പലർക്കും ചിലപ്പോൾ ബുധനാഴ്ച മുതലാകും തുക എത്തിച്ചേരുക. എന്നാൽ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നവർക്ക് തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിക്കുന്നതാണ്. മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അടുത്ത ആഴ്ച തന്നെയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ കൈകളിലേക്കും എത്തിച്ചേരുക. അടുത്ത ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുപ്പ് നടത്തുന്നുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ബുധനാഴ്ച മാർച്ച് 26 മുതൽ സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം ഉണ്ടായേക്കും. കഴിഞ്ഞ 2 മാസങ്ങളിലും റിസർവ് ബാങ്കിൽ നിന്നും കടമെടുത്തതിന്റെ പിറ്റേന്നാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നത്. മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ ഔദ്യോഗിക അറിയിപ്പ് തിങ്കളാഴ്ചക്കുള്ളിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. 2 ആഴ്ചകളുടെ വ്യത്യാസത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് 3 മാസത്തെ പെൻഷൻ തുകയായ 4800 രൂപയാണ് എത്തിച്ചേരുവാൻ പോകുന്നത്. അടുത്ത ആഴ്ചയോടെ മാർച്ച് മാസത്തെ 1600 രൂപയുടെ വിതരണം ആരംഭിക്കുന്നതാണ്. വിഷുവിന് മുമ്പായി ഏപ്രിൽ 14 മുൻപ് തന്നെ തനത് മാസത്തെയും കൂടെ ഒരു കുടിശ്ശിക പെൻഷനും ചേർത്ത് 3200 രൂപയുടെ വിതരണവും ഉണ്ടാകുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക.